ഇതുപോലുള്ള കഥകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. നിങ്ങളുടെ പ്രോത്സാഹനം ഞങ്ങൾക്കേറെ വിലപ്പെട്ടതാണ്. കണ്ണടച്ച് തുറക്കുന്നതിന് മുൻപേ അവൾക്ക് ചുറ്റും അഗ്നിജ്വാലകൾ ഉയർന്നു. ഭർത്താവിൻ്റെ ശരീരത്തോടൊപ്പം അവളും കത്തിയെരിഞ്ഞ് ഇല്ലാതെയായി. എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ സോമവർമ്മനും സഭാംഗങ്ങളും ഈ രംഗം കണ്ടുനിന്നവരും നിശബ്ദരായി നിന്നു. പെട്ടെന്ന് അവിടെ ഒരു കാറ്റടിച്ചു. അഗ്നി അണഞ്ഞു. പൊടിപടലങ്ങൾ അടങ്ങി കാഴ്ചകൾ തെളിഞ്ഞപ്പോൾ യുവതിയും ഭർത്താവും പുഞ്ചിരിയോടെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അവൾ പറഞ്ഞു, ദേവരാജാവായ ഇന്ദ്രൻ എൻ്റെ പ്രാർത്ഥന കേട്ടു. അദ്ദേഹത്തെ ജീവിപ്പിച്ച് എൻ്റെ അടുക്കിലേക്ക് തിരിച്ചയച്ചിരിക്കുന്നു. ഈ രംഗങ്ങൾ യുവതി അവതരിപ്പിച്ച നൃത്തത്തിൻ്റെ ഭാഗമായിരുന്നുവെന്ന് തിരിച്ചറിഞ്ഞ സദസ്സ് കരഘോഷങ്ങൾ മുഴക്കി. സോമവർമ്മനും കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു. യുവതി രാജാവിൻ്റെ മുന്നിൽ തൊഴുകൈകളോടെ നിന്നു. സോമവർമ്മൻ തൻ്റെ സന്തോഷം മറച്ചുവെച്ചില്ല. അത്ഭുതം, അത്യത്ഭുതം! ഇത്തരമൊരു കലാരൂപം നാം ജീവിതത്തിൽ കണ്ടിട്ടില്ല. ആരാണ് നിന്നെ ഇതെല്ലാം അഭ്യസിപ്പിക്കുന്നത്? അദ്ദേഹത്തെ ഒന്ന് കാണാൻ നോം എന്താണ് ചെയ്യേണ്ടത്? ക്ഷമിക്കണം പ്രഭു, അദ്ദേഹത്തിൻ്റെ പേര് പറയാൻ നിർവാഹമില്ല. കാരണം അദ്ദേഹം നേരിട്ടല്ല എന്നെ ഈ വിദ്യകൾ അഭ്യസിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ അരുമ ശിഷ്യനായ എൻ്റെ ഭർത്താവ് ഗാംഗേയൻ വഴിയാണ് എന്നെ ഇവ പഠിപ്പിച്ചത്. അദ്ദേഹം സ്ത്രീകളെ കാണുക പോലുമില്ല എന്ന് പ്രതിജ്ഞ എടുത്തിട്ടുള്ള ആളാണ്. അത്ഭുതം നിറഞ്ഞ മുഖത്തോടെ സോമവർമ്മൻ അവരെ നോക്കി. പറ്റില്ല എന്ന് പറയരുത്. അദ്ദേഹം എവിടെയാണുള്ളത് എന്നെങ്കിലും പറയുക. നമ്മുടെ രാജ്യത്ത് എവിടെയാണെങ്കിലും നോം അവിടെ ചെന്ന് അദ്ദേഹത്തെ കണ്ടുകൊള്ളാം. മദനമോഹിനി അതും സമ്മതിച്ചില്ല. ഗുരുവിനെ കാണണമെന്ന് സോമവർമ്മൻ നിർബന്ധം പിടിച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ വേറെ നിവൃത്തിയില്ലാതെ യുവതി ഗുരുവിൻ്റെ ആശ്രമം ഇരിക്കുന്ന സ്ഥലം സോമവർമ്മന് പറഞ്ഞുകൊടുത്തു. താനാണ് വിവരങ്ങൾ തന്നത് എന്ന് ഒരിക്കലും അദ്ദേഹത്തോട് പറയരുത് എന്നും ഗുരുകോപം ഒരിക്കലും താങ്ങാനാവില്ല എന്നും അവൾ പറഞ്ഞു. എല്ലാം കേട്ടപ്പോൾ ദിതി രാജകുമാരിക്കും ഗുരുവിൻ്റെ സിദ്ധികളെപ്പറ്റി അറിയണമെന്ന് തോന്നി. മദനമോഹിനിയുടെ സിദ്ധികൾ അവളും കണ്ടതാണ്. അപ്പോൾ അവളുടെ ഗുരു അതിലും പ്രഗത്ഭനായിരിക്കും. തനിക്ക് കൂടി യാത്ര ചെയ്യാനുള്ള അവസരമുണ്ടാക്കുക എന്ന് അവൾ പറഞ്ഞു. അങ്ങനെ രാജാവിനോടൊപ്പം അടഞ്ഞ ഒരു പല്ലക്കിൽ അവളും കാനനത്തിലെ ആശ്രമത്തിലേക്ക് യാത്ര തിരിച്ചു. ഭട്ടി പറഞ്ഞതുപോലെ രാജാവും പരിവാരങ്ങളും വരുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ വിക്രമാദിത്യൻ സന്യാസിയുടെ വേഷത്തിൽ കുടിലിനുള്ളിൽ ധ്യാനത്തിലിരിക്കുന്നതായി ഭാവിച്ചു. സോമവർമ്മൻ ഭക്ത്യാദരങ്ങളോടെ സന്യാസിക്ക് മുന്നിൽ വന്നു. കുറച്ചുനേരം കഴിഞ്ഞപ്പോൾ ഗുരു കണ്ണു തുറന്നു. സോമവർമ്മൻ തൻ്റെ ആഗമനോദ്ദേശം അദ്ദേഹത്തെ അറിയിച്ചു. എല്ലാം കേട്ട് ഗുരു പറഞ്ഞു, ക്ഷമിക്കണം, ഞാൻ പൊതുജനമധ്യത്തിൽ എൻ്റെ സിദ്ധികൾ കാണിക്കാറില്ല. അതിന് എൻ്റേതായ കാരണങ്ങളുണ്ട്. അതിൽ പ്രധാനം ഞാൻ സ്ത്രീകളെ കാണുക പോലും ചെയ്യില്ല എന്നതാണ്. അങ്ങയുടെ കൂട്ടത്തിൽ സ്ത്രീകളുണ്ടെങ്കിൽ അവരോട് മാറി നിൽക്കാൻ പറഞ്ഞാൽ ഞാൻ പുറത്തേക്ക് വന്നുകൊണ്ട് എല്ലാവരെയും അനുഗ്രഹിക്കാം. ഇത് കേട്ട് സോമവർമ്മൻ പറഞ്ഞു, ഞാനിത് പറയാമോ എന്നറിയില്ല. അങ്ങ് കോപിക്കരുത്. തപോധനനായ അങ്ങ് ഇങ്ങനെ പറയുന്നത് വിഷമമുണ്ടാക്കുന്നു. അങ്ങയുടെ അനുഗ്രഹം സ്ത്രീ പുരുഷ ഭേദമന്യേ എൻ്റെ പ്രജകൾക്ക് കിട്ടണമെന്നാണ് എൻ്റെ ആഗ്രഹം. സന്യാസി സോമവർമ്മനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, എനിക്കതിന് കഴിയില്ല കുഞ്ഞെ. ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, ഇതെൻ്റെ ശപഥമാണ്. സ്ത്രീവർഗത്തെ വിശ്വസിക്കാൻ കഴിയില്ല. എൻ്റെ പൂർവ്വജന്മ കഥ ഞാൻ പറയാം. അത് കേട്ടാൽ നിങ്ങളും പറയും എൻ്റെ ഭാഗമാണ് ശരിയെന്ന്. കേട്ടോളൂ. സന്യാസി കഥ പറഞ്ഞു തുടങ്ങി. കഥ കേട്ടു തുടങ്ങിയപ്പോൾ പല്ലക്കിനുള്ളിലെ ദിതി രാജകുമാരിക്ക് എന്തോ പന്തികേട് തോന്നി. കാരണം സന്യാസി പറയുന്നത് ദിതി രാജകുമാരി വിക്രമവല്ലരിയോട് പറഞ്ഞ അതേ കഥയുടെ മറ്റൊരു ആഖ്യാനമായിരുന്നു. സന്യാസി പറഞ്ഞു, മഹാരാജാവേ, പണ്ട് ചിത്രവനത്തിൽ 2 പഞ്ചവർണ്ണ പക്ഷികൾ താമസിച്ചിരുന്നു. ശംഖനാഥൻ എന്നായിരുന്നു ആൺപക്ഷിയുടെ പേര്. പെൺപക്ഷിയുടെ പേരോ വല്ലരി. ഇരുവരും വളരെ സന്തോഷത്തോടെ വസിച്ചിരുന്നു. അവർക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. അതിനാൽ നിത്യം അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൻ്റെ നടയിൽ ചെന്ന് ഇരുവരും പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഒരിക്കൽ പെൺപക്ഷി മുട്ടയിട്ടു. പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടായല്ലോ എന്നോർത്ത് ഇരുവരും സന്തോഷിച്ചു. മുട്ടകൾ വിരിഞ്ഞ് കുഞ്ഞുങ്ങളുമായി. പക്ഷേ സന്തോഷത്തിൻ്റെ നാളുകൾ പൊടുന്നനെ അവസാനിച്ചു. ഒരു കാട്ടുതീ ആ കുഞ്ഞുങ്ങളെ വിഴുങ്ങിക്കളഞ്ഞു. സന്യാസിയുടെ കഥ കേട്ട് ദിതി രാജകുമാരി രോഷം കൊണ്ട് നെറ്റിച്ചുളിച്ചു. സോമവർമ്മൻ കഥയിൽ മുഴുകി തന്നെ ഇരുന്നു. സന്യാസി തുടർന്നു,
ഇര തേടാൻ പോയ ശംഖനാഥനും വല്ലരിയും തിരികെ വന്നപ്പോൾ കണ്ടത് കത്തിയെരിഞ്ഞ കൂടും ജീവനില്ലാത്ത മക്കളെയുമാണ്. ക്ഷേത്രത്തിനരികിൽ ഒരിടത്ത് ഇനിയും അണയാതെ കത്തുന്ന തീയിലേക്ക് ചാടി ആത്മഹത്യ ചെയ്യാൻ അവർ തീരുമാനിച്ചു. ഇരുവരും ചേർന്ന് അങ്ങോട്ട് പറന്നു. പെട്ടെന്ന് ചൂട് സഹിക്കാൻ പറ്റാതെ വല്ലരി തീയിൽ നിന്ന് പറന്നു മാറി. പക്ഷേ അപ്പോഴേക്കും പാവം ശംഖനാഥൻ്റെ ചിറകുകളിൽ തീ പടർന്നു കഴിഞ്ഞിരുന്നു. ചിറക് കരിഞ്ഞ് അവൻ താഴെ വീണു. അഗ്നി അവനെ വിഴുങ്ങാനായി കരിയിലകൾ കത്തിച്ചുകൊണ്ട് പാഞ്ഞെടുത്തു. മരിക്കുന്നതിന് മുൻപേ അവൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു: ദേവി, അടിയനൊരു ജന്മം കൂടി നൽകണേ. ആ ജന്മത്തിൽ എന്നെ ഒരു സിദ്ധനാക്കണേ. പൂർവജന്മ കഥകൾ ഓർമ്മയിൽ തന്നെ ഉണ്ടാവണേ. ഒരു സ്ത്രീയെയും കാണില്ല എന്ന എൻ്റെ പ്രതിജ്ഞ എനിക്ക് പാലിക്കാൻ കഴിയണേ. കഥ നിർത്തി ഗുരു രാജാവിനോട് പറഞ്ഞു: ആരായിരുന്നു കഥയിലെ ശംഖനാഥൻ എന്ന് ഇനി ഞാൻ പ്രത്യേകം പറഞ്ഞ് മുഴുമിപ്പിക്കും മുൻപേ ദിതി രാജകുമാരി തൻ്റെ പ്രതിജ്ഞയെല്ലാം മറന്ന് കോപത്തോടെ ജ്വലിച്ചുകൊണ്ട് പല്ലക്കിൽ നിന്നും പുറത്തേക്കിറങ്ങി. സന്യാസിയെ നോക്കിക്കൊണ്ട് അവൾ അലറി: ശംഖനാഥനാണ് പറന്നു മാറിയത്. വല്ലരി തീയിൽപ്പെട്ട് മരിച്ചു. ഇത് കേട്ട് സന്യാസി കയർത്തു: അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഞാനാണ് ശംഖനാഥൻ. എൻ്റെ കഥ എനിക്കല്ലേ അറിയൂ. വല്ലരിയാണ് രക്ഷപ്പെട്ടത്. അല്ല, ചതിയനായ ശംഖനാഥൻ രക്ഷപ്പെട്ടു. ഞാനാണ് വല്ലരി. ഇതെൻ്റെ കഥയാണ്. ഇരുവരും ശംഖനാഥൻ, വല്ലരി എന്ന് പറഞ്ഞുകൊണ്ട് പരസ്പരം കലഹിക്കാൻ തുടങ്ങി. ഒന്നും മനസ്സിലാവാതെ സോമവർമ്മൻ അന്താളിച്ചു. തർക്കം അടികലശലിൽ എത്തുമെന്ന് കണ്ടപ്പോൾ അദ്ദേഹം ഇടപെട്ടു: രണ്ടുപേരും നിർത്തുക. ഇങ്ങനെയുള്ള ഉത്തരമില്ലാത്ത കലഹങ്ങൾ ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അതിനാൽ കഴിഞ്ഞ ജന്മം നിങ്ങൾ ഭാര്യാഭർത്താക്കന്മാരായിരുന്നു എന്നതിൽ ഒരു സംശയവുമില്ല. മഹാരാജാവ് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇരുവരും കലഹം നിർത്തി പരസ്പരം നോക്കി. രാജാവ് തുടർന്നു: ഒരു കാര്യം എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും. ശംഖനാഥൻ മരിച്ചത് വല്ലരിയും വല്ലരി മരിച്ചത് ശംഖനാഥനും കണ്ടിട്ടില്ല. എന്നാൽ ഇരുവരും അവിടെ മരിച്ചു എന്നത് ഈ പുനർജന്മങ്ങളിൽ നിന്നും വ്യക്തമാണ്. അപ്പോൾ രണ്ടുപേരും തെറ്റ് ചെയ്തിട്ടില്ല. ഇത് വെറും തെറ്റിദ്ധാരണ മാത്രമാണ്. ഇനി ചെയ്യാനുള്ളത് ആ ധാരണകൾ തിരുത്തുക എന്നതാണ്. ഇത് ദേവിയുടെ തീരുമാനമാണ്. നോക്കൂ, പരസ്പരം കണ്ട മാത്രയിൽ തന്നെ ഇരുവരുടെയും പ്രതിജ്ഞ ലംഘിക്കപ്പെട്ട് കഴിഞ്ഞു. അതിനാൽ ദേവി അനുഗ്രഹിച്ച് തന്നിട്ടുള്ള ഈ ജന്മത്തിൽ നിങ്ങൾ ഭാര്യാഭർത്താക്കന്മാരായി തന്നെ തുടരുക എന്നതാണ് നമ്മുടെ ആഗ്രഹം. ദിതി രാജകുമാരി സന്യാസിയുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. വിക്രമവല്ലരിയും സന്യാസിയും ഒരാളാണെന്ന് അവൾക്ക് ഏറെക്കുറെ മനസ്സിലായി കഴിഞ്ഞിരുന്നു. അച്ഛൻ പറഞ്ഞത് ശരിയാണ്. വല്ലരി മരിച്ചത് ശംഖനാഥൻ കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയില്ല. ശംഖനാഥൻ മരിച്ചോ ഇല്ലയോ എന്ന് തനിക്കും അറിയില്ല. തൻ്റെ പ്രതിജ്ഞയുടെ വ്യർത്ഥത തനിക്ക് മനസ്സിലാക്കി തരാനായി വന്ന ദിവ്യനായ ആരോ ഒരാളാണ് ഇതെന്ന് അവൾക്ക് മനസ്സിലായി. അവളുടെ കണ്ണുകളിൽ മാറ്റത്തിൻ്റെ അലയൊലികൾ വിക്രമാദിത്യൻ കണ്ടു. താമസിയാതെ സോമവർമ്മ മഹാരാജാവ് ഇരുവരുടെയും വിവാഹം എന്ന തീരുമാനത്തിലേക്കെത്തി. വിക്രമവല്ലരി എന്ന കപടവേഷത്തിൽ നിൽക്കുമ്പോഴും ഇതുവരെയും തൻ്റെ സാന്നിധ്യം ദുരുപയോഗം ചെയ്യാത്ത ഈ സന്യാസി യഥാർത്ഥത്തിൽ ആരാണ് എന്നറിയാനുള്ള വ്യഗ്രത ദിതി രാജകുമാരിയുടെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ വിവാഹ ദിവസം വന്നെത്തി. സന്യാസിയും ദിതി രാജകുമാരിയും മണ്ഡപത്തിലെത്തി. അപ്പോൾ അവിടെ ഒരു സംഭവം നടന്നു. വിക്രമവല്ലരിയുടെ ഭർത്താവായ കാന്താര രാജ്യത്തെ തന്ത്രലോകന്റെ വേഷം ധരിച്ച് ഭട്ടി അവിടെ എത്തി. അയാൾ സന്യാസിയെ നോക്കി പറഞ്ഞു: അല്ലയോ വിക്രമാദിത്യ മഹാരാജാവേ, അങ്ങയുടെ കാട് 6 മാസക്കാലം കഴിഞ്ഞിരിക്കുന്നു. ഉജ്ജയിനി അങ്ങയെ കാത്തിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ എന്നോടൊപ്പം വന്നാലും. ഇതോടെ സന്യാസി യഥാർത്ഥത്തിൽ ആരാണെന്ന് എല്ലാവർക്കും ബോധ്യമായി. സോമവർമ്മൻ ആദരവോടെ കൈകൾ കൂപ്പി. അയാളോട് ചേർന്ന് നിന്നുകൊണ്ട് വിക്രമാദിത്യൻ പറഞ്ഞു: കപടവേഷത്തിൽ അങ്ങയുടെ മകളെ വേൽക്കാൻ നമുക്ക് കഴിയില്ല. അതിനാലാണ് നാം ആരാണെന്ന് ഇപ്പോൾ വെളിപ്പെടുത്തിയത്. മാത്രമല്ല, ഈ കഴിഞ്ഞ 6 മാസങ്ങൾ മുറപ്രകാരം എനിക്ക് വനവാസമായിരുന്നു. ഇപ്പോൾ അത് കഴിഞ്ഞിരിക്കുന്നു. വിക്രമവല്ലരിയായി വന്നതും ഞാൻ തന്നെയാണ്. ഈ നിൽക്കുന്ന തന്ത്രലോകൻ എൻ്റെ സഹോദരനായ ഭട്ടിയാണ്. സോമവർമ്മൻ അല്പം ജാള്യതയോടെ വിക്രമാദിത്യനെ നോക്കി. വിക്രമാദിത്യൻ തുടർന്നു: ഞങ്ങൾ എന്തിനാണ് കപടവേഷത്തിൽ ഇവിടെ വന്നത് എന്ന് ഇതിനകം തന്നെ ദിതി രാജകുമാരിക്ക് മനസ്സിലായിട്ടുണ്ട്. ആ വിവരങ്ങൾ അവൾ അങ്ങയോട് പറയും. ചുറ്റും നിന്നവർ അത്ഭുതത്തോടെ ഇരുവരെയും വണങ്ങി. താമസിയാതെ ദിതി രാജകുമാരിയുടെയും വിക്രമാദിത്യ മഹാരാജാവിൻ്റെയും വിവാഹം മംഗളമായി നടന്നു. മൂവരും സന്നാഹങ്ങളോടൊപ്പം ഉജ്ജയിനിയിലേക്ക് മടങ്ങി. കഥ പറഞ്ഞ് അവസാനിപ്പിച്ചുകൊണ്ട് സിംഹാസനത്തിലെ 5ാമത്തെ പ്രതിമ രജനി ഭോജരാജാവിനെ നോക്കി: അല്ലയോ ഭോജരാജാവേ, ഈ കഥ കേട്ടിട്ടും അങ്ങ് ഭൂമി മുഴുവൻ വാഴ്ത്തപ്പെടുന്ന വിക്രമാദിത്യ മഹാരാജാവിന് തുല്യനാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങേക്ക് ഇതിൽ കയറിയിരിക്കാം. ചിന്തിക്കൂ. അപ്പോഴേക്കും സന്ധ്യയായിരുന്നു. ഭോജരാജാവ് തൻ്റെ ഉദ്യമത്തിൽ നിന്നും പിന്തിരിഞ്ഞു.
പിറ്റേന്ന് അദ്ദേഹം വീണ്ടും സിംഹാസനാരോഹണം നടത്താൻ ശ്രമിച്ചു. ആദ്യ 5 പടിയിലെ പ്രതിമകൾ ഒന്നും മിണ്ടിയില്ല. എന്നാൽ 6ാമത്തെ പടിയിലെ പ്രതിമ സിന്ധു അദ്ദേഹത്തോട് സംസാരിച്ചു. ഭോജരാജാവേ, അങ്ങയുടെ കാര്യം കഷ്ടം തന്നെയാണ്. എനിക്ക് മുൻപേ 5 പേര് മഹാനായ ഒരു ചക്രവർത്തിയെക്കുറിച്ച് പറഞ്ഞിട്ടും അങ്ങ് വീണ്ടും അദ്ദേഹത്തിൻ്റെ സിംഹാസനത്തിൽ കയറാൻ ശ്രമിക്കുന്നു. അങ്ങയെപ്പോലെ ഒരാൾ ഇതിലിരിക്കാൻ ശ്രമിക്കുമ്പോൾ ഇതിൻ്റെ കാവൽക്കാരായ ഞങ്ങൾക്ക് വെറുതെ ഇരിക്കാൻ കഴിയുമോ? അങ്ങ് മഹാബലി എന്ന ദാനധർമ്മിഷ്ഠനായ ഒരു രാജാവിനെ പറ്റി കേട്ടിട്ടുണ്ടോ? മഹാബലിയെപ്പറ്റി കേട്ടിട്ടില്ലാത്തവർ ആരാണുള്ളത്? ചിരഞ്ജീവിയായ അദ്ദേഹം മഹാവിഷ്ണുവിൻ്റെ പാദസ്പർശത്താൽ പാതാളത്തിൽ വസിക്കുന്ന കഥ എനിക്കറിയാം. ഭോജരാജാവ് പറഞ്ഞു. ഇത് കേട്ട് സിന്ധു ചിരിച്ചു. ശരിയാണ്, പക്ഷേ പാതാളത്തിൽ പോയി അദ്ദേഹത്തെ ഒന്ന് സന്ദർശിച്ചു വരാൻ അങ്ങേക്ക് കഴിയുമോ ഭോജരാജാവേ? ഭോജരാജാവ് മിണ്ടിയില്ല. ഞങ്ങളുടെ ചക്രവർത്തി പാതാളത്തിൽ പോയി മഹാബലിയെ സന്ദർശിച്ചിട്ടുണ്ട്. ആ കഥ അങ്ങേക്ക് കേൾക്കണ്ടേ? തീർച്ചയായും വേണം. ആ കഥ കൂടി എന്നോട് പറയൂ. ഭോജരാജാവിൻ്റെ ആവശ്യപ്രകാരം സിന്ധു ആ കഥ പറഞ്ഞു. ഒരിക്കൽ ഉജ്ജയിനിയിൽ ഭീകരനായ ഒരു പന്നിയുടെ ആക്രമണമുണ്ടായി. വിവിധ സ്ഥലങ്ങളിലെ കൃഷിയിടങ്ങൾ നശിച്ചു. അതിനെ പിടിക്കാൻ നാട്ടുകാർ പല രീതിയിലും ശ്രമിച്ചു. എന്നാൽ അതിൻ്റെ രൂപം കണ്ട് അവർ ഭയചകിതരായി. ഭീകരരൂപിയായ ആ പന്നി ചുറ്റും നിന്നവരെയെല്ലാം ആക്രമിച്ചുകൊണ്ട് പ്രയാണം തുടർന്നു. ഈ വിവരം രാജസന്നിധിയിലെത്തി. വിക്രമാദിത്യൻ ആ ജന്തുവിനെ പിടിക്കാനായി ആളെ അയച്ചു. എന്നാൽ അവർക്കും ഒന്നും ചെയ്യാനായില്ല. വിക്രമാദിത്യൻ അടുത്ത തവണ വേട്ടയിൽ അഗ്രഗണ്യരായ മുഴുവൻ സൈനികരെയും പന്നിയെ പിടിക്കാനായി അയച്ചു. പക്ഷേ എല്ലാ ശ്രമങ്ങളും വിഫലമായി. ഒടുവിൽ ചക്രവർത്തി തന്നെ നേരിട്ടിറങ്ങി. പകലുകളും രാത്രികളും അദ്ദേഹം വിശ്രമമില്ലാതെ നാട്ടിൽ അലഞ്ഞു നടന്നു. ആ ജന്തുവിൻ്റെ ആക്രമണം കൂടി വന്നതല്ലാതെ കുറഞ്ഞില്ല. ഒടുവിൽ വനത്തിൽ വെച്ച് വിക്രമാദിത്യൻ അതിനെ കണ്ടെത്തി. രാജാവിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കിയ പന്നി കാട്ടിലൂടെ ഓടി. ഇത്തവണ വിട്ടുകളഞ്ഞാൽ പിന്നീട് അതിനെ കിട്ടില്ല എന്ന് മനസ്സിലാക്കിയ മഹാരാജാവ് പിന്നാലെയും ഓടി. ഒടുവിൽ പന്നി ഒരു ഗുഹയ്ക്കുള്ളിലേക്ക് കടന്നു. വിക്രമാദിത്യൻ പിന്നാലെയും എത്തി. ഗുഹയിലൂടെ ഏറെ ദൂരം അത് ഓടി. വിക്രമാദിത്യൻ തൊട്ടു പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. ഗുഹ 4ആയി പിരിയുന്ന ഒരിടത്ത് എത്തിയപ്പോൾ പെട്ടെന്ന് പന്നി അപ്രത്യക്ഷനായി. വിക്രമാദിത്യൻ എന്താണ് സംഭവിച്ചത് എന്നറിയാതെ അവിടെ നിന്നു. അല്പം മുന്നോട്ട് നടന്നപ്പോൾ മനോഹരമായൊരു കൊട്ടാരം അദ്ദേഹത്തിൻ്റെ മുന്നിൽ തെളിഞ്ഞു. വിക്രമാദിത്യൻ അകത്തേക്ക് നടന്നു. പരിചാരകരും സൈനികരും വഴി ഒഴിഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ മുന്നിലേക്ക് ആനയിച്ചു. അവിടെ സിംഹാസനത്തിൽ സർവാഭരണ വിഭൂഷിതനായ ഒരു രാജാവ് ഇരിക്കുന്നുണ്ടായിരുന്നു. അയാൾ പറഞ്ഞു, വന്നാലും മഹാരാജാവേ, ഞാൻ അങ്ങയെ കാത്തിരിക്കുകയാണ്. വിക്രമാദിത്യൻ ചോദിച്ചു, ഞാൻ ഉജ്ജയിനിയിൽ നിന്നും ജനങ്ങൾക്ക് ആപത്ത് വരുന്ന രീതിയിൽ വിരാജിച്ചിരുന്ന ഒരു ജന്തുവിനെ തേടി ഇവിടെ എത്തിയതാണ്. അങ്ങ് ആരാണ്? ഗുഹയിൽ ഇങ്ങനെയൊരു കൊട്ടാരം അത്ഭുതമായിരിക്കുന്നു. ഇത് കേട്ട് രാജാവ് പുഞ്ചിരിച്ചു. ഇത് പാതാള ലോകമാണ് മഹാരാജാവേ. എൻ്റെ പേര് ബലി എന്നാണ്. വിക്രമാദിത്യൻ്റെ മുഖം വിടർന്നു. ചുണ്ടുകൾ മെല്ലെ ചലിച്ചു. മഹാബലി? പുഞ്ചിരിയോടെ രാജാവ് പറഞ്ഞു, അതെ, അങ്ങയുടെ അപദാനങ്ങളുടെ അലയൊലികൾ ഇവിടെ വരെ എത്തിയിരിക്കുന്നു വിക്രമാദിത്യ. ഇത്രയും ധീരനും പ്രജാക്ഷേമ തൽപരനുമായ ഈ മഹാനെ ഒന്ന് കാണണമെന്നും ഒപ്പം ഒന്ന് പരീക്ഷിക്കണമെന്നും തോന്നി. എൻ്റെ ഒരു ഭൃത്യനാണ് അങ്ങ് പിന്തുടർന്നു വന്ന മൃഗം. ഇത്രയും ദൂരം അതിനെ പിന്തുടർന്ന് ഇവിടെ എത്തിച്ചേരണമെങ്കിൽ വിക്രമാദിത്യൻ സാധാരണക്കാരനല്ല എന്ന് മനസ്സിലായി. വിക്രമാദിത്യൻ മഹാബലിയെ വണങ്ങി. ഞാൻ വെറുമൊരു പുൽക്കൊടി മാത്രമാണ് പ്രഭോ. അങ്ങാണ് ലോകമറിയുന്ന ദാനശീലനും പ്രജാക്ഷേമ തൽപരനുമായ രാജാവ്. അങ്ങേക്ക് വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴുമുണ്ട്. അദ്ദേഹത്തിൻ്റെ പാദങ്ങൾ പതിഞ്ഞ ആ ശിരസിനോളം ഭാഗ്യം ചെയ്തതൊന്നും ഭൂമിയിലില്ല. എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും അങ്ങയുടെ കീർത്തി ലോകം വാഴ്ത്തുന്നു. അങ്ങയെ കാണാനായത് എൻ്റെ പുണ്യമാണ്. ഇരുവരും സംഭാഷണങ്ങളിൽ മുഴുകി. ഇനിയുള്ള കാലവും കീർത്തിമാനായി വാഴുക എന്ന് മഹാബലി വിക്രമാദിത്യനെ അനുഗ്രഹിച്ചു. വിശിഷ്ടമായ നിരവധി സമ്മാനങ്ങളും നൽകിയ ശേഷം വിക്രമാദിത്യനെ അദ്ദേഹം ഉജ്ജയിനിയിലേക്ക് തിരികെ അയച്ചു. കഥ പറഞ്ഞു നിർത്തിയ സിന്ധു എന്ന പ്രതിമ ഭോജരാജാവിനെ നോക്കി. ഇത്രയും കീർത്തിമാനായ ഞങ്ങളുടെ ചക്രവർത്തിയുടെ അത്രയും മഹത്വം താങ്കൾക്കുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഭോജരാജാവേ, അങ്ങേക്ക് ഈ സിംഹാസനത്തിൽ ഇരിക്കാം. സിന്ധു കഥ പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോഴേക്കും സായാഹ്നമായി. ഭോജരാജാവ് തൻ്റെ ഉദ്യമത്തിൽ നിന്നും പിന്തിരിഞ്ഞു. അടുത്ത നാൾ ശുഭമുഹൂർത്തത്തിൽ അദ്ദേഹം വീണ്ടും സിംഹാസനാരോഹണ ശ്രമം നടത്തി. അപ്പോൾ സിംഹാസനത്തിൽ 7ാമത്തെ പ്രതിമ രാഗിണി അദ്ദേഹത്തോട് സംസാരിച്ചു. എത്ര പറഞ്ഞാലും താങ്കൾക്ക് മനസ്സിലാവാത്തത് കഷ്ടം തന്നെയാണ് ഭോജരാജാവേ. ഈ സിംഹാസനത്തിലിരുന്ന് നാട് വാഴാനുള്ള അർഹത ഞങ്ങളുടെ ചക്രവർത്തിക്ക് മാത്രമാണ്. ഞാൻ പറയുന്ന കഥ കേൾക്കൂ. എന്നിട്ട് താങ്കൾ ഈ സിംഹാസനത്തിന് അർഹനാണോ എന്ന് ഒരിക്കൽ കൂടി ചിന്തിക്കൂ.
ഞങ്ങളുടെ മഹാരാജാവിനെപ്പറ്റി ഇനിയുമേറെ കഥകളുണ്ട്. ഇത് കേട്ട് ഭോജരാജാവ് പറഞ്ഞു, വിക്രമാദിത്യ മഹാരാജാവിൻ്റെ വീരകഥ എത്ര കേട്ടാലും മതിയാവില്ല. ഞാൻ മാത്രമല്ല, സഭയിൽ ഈ കൂടി നിൽക്കുന്നവരും നിങ്ങൾ പറയുന്ന കഥ കേൾക്കാനായി കാതോർക്കും. പറയൂ. രാഗിണി കഥ പറയാൻ തുടങ്ങി.